നാളെ കേരള ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുമ്പോൾ ബഡ്ജറ്റിനെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് നാട്ടിലെ സാധാരണ ജനങ്ങൾ. ഒപ്പം ചില ആശങ്കകളുമുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾക്കുൾപ്പെടെ വില കുറയുമോ എന്നാണ് അവർക്കറിയേണ്ടത്. കേന്ദ്ര ബഡ്ജറ്റ് കഴിഞ്ഞു. കേരളത്തിന്റെ പ്രതീക്ഷ അവസാനിച്ചു. ഇനി വരാനിരിക്കുന്നത് കേരള ബഡ്ജറ്റാണ്. കേരള ബഡ്ജറ്റിനെ സംബന്ധിച്ച് സാധാരണക്കാർ അവരുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു. ഒന്നും പ്രതീക്ഷ വയ്ക്കുന്നില്ല. കാര്യം ഇവിടുത്തെ സാമ്പത്തികമായിട്ട് ഒന്നാമത് പിന്നോക്കത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷ വേണ്ടെന്നാണ് എൻ്റെ ഇത്. കുറയാൻ സാധ്യത കുറവാണ്. പിന്നെ ഇലക്ഷൻ സ്റ്റണ്ട് കൊണ്ട് എന്തെങ്കിലും കുറച്ചല്ല അവർ. അത് കുറഞ്ഞാലും പിന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും കൂടുക തന്നെ ചെയ്യും. സാധനങ്ങൾക്കൊക്കെ വില ഭയങ്കര വില, ഗ്യാസിന് വില, എല്ലാത്തിനും വില കുറയ്ക്കണം. നമുക്കാണെങ്കിൽ പെൻഷൻ കിട്ടിക്കൊണ്ട് പെൻഷൻ കിട്ടണില്ല. വലിയ ബുദ്ധിമുട്ടാണ് കഴിയാനായിട്ട്. എന്ത് വാങ്ങിക്കാൻ പോകണമെങ്കിലും നല്ല കാശാവണം. കഴിഞ്ഞു പോകാൻ വലിയ പാടാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില അടിക്കടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൊല്ലത്തിനകം തന്നെ അരിയുടെയും പഞ്ചസാരയുടെയും മുളകിൻ്റെയൊക്കെ വില മനുഷ്യന് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ അധികരിച്ചിരിക്കുകയാണ്. ബഡ്ജറ്റിൽ ഒരു വിലയും കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വില കുറഞ്ഞാൽ അത്രയും നല്ലത്. എത്ര കുറയണം അത്രയും നല്ലത്. അങ്ങനെ കുറയ്ക്കില്ല, എന്നാലും പറയണം. ഇപ്പം എല്ലാത്തിനും ശകലിച്ച വില കൂടുതൽ. എല്ലാ ഐറ്റത്തിനും ഒന്നും വാങ്ങാൻ നമുക്ക് പറ്റുന്ന സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഇതെങ്കിലും കുറച്ചൊന്ന് കുറയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കുറയാനായിട്ട് വലിയ സാധ്യതയൊന്നും കാണുന്നില്ല. കാരണം ഇവിടെ ഓരോ വർഷം തോറും എല്ലാം കൂടിക്കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. സപ്ലൈകോയിൽ കയറിയാൽ അവിടെ ഒന്നുമില്ല, കടകളിൽ കയറിയാൽ ഒന്നും വാങ്ങിക്കാനില്ല. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ. റേഷൻ കടയിൽ സാധനം ഇല്ല. പാവപ്പെട്ടവരുടെ കാര്യം കഷ്ടം. ബഡ്ജറ്റിൽ പ്രതീക്ഷ വേണം എന്നാണ് നമ്മളെയൊക്കെ ആഗ്രഹം. സർക്കാർ ഇപ്പം ഭയങ്കരമായ കടക്കിണിയിലാണ്. ഇനിയിപ്പോൾ ബഡ്ജറ്റ് വരുമ്പോഴത്തേക്ക് രൂക്ഷമായി സാധനത്തിന് വില കൂടും. ബഡ്ജറ്റ് വന്നാലും വില കുറയാൻ സാധ്യത വളരെ കുറവാണ്. സാധാരണക്കാർക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധനങ്ങൾ വാങ്ങാനും സാമ്പത്തികമായിട്ടുള്ള നിരക്കത്തിലും. കഴിഞ്ഞ ബഡ്ജറ്റ് അനുസരിച്ച് ഇപ്പോഴത്തെ പറയുന്നതനുസരിച്ചാണെങ്കിലും മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇത് കഴിയുമ്പോൾ അറിയാം എന്താണ് ഇനി അടുത്ത വിലക്കയറ്റത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ക്രമീകരണം ഇനിയിപ്പോൾ അടുത്തതിൽ അറിയാൻ പറ്റത്തുള്ളൂ. ഈ ബഡ്ജറ്റ് കഴിയുമ്പോൾ വീണ്ടും കൂടാനേ സാധ്യതയുള്ളൂ. നാളെയാണ് കേരള ബഡ്ജറ്റ് പ്രഖ്യാപനം. ബഡ്ജറ്റിനുമേൽ പ്രതീക്ഷകളും അതുപോലെ തന്നെ ആശങ്കകളും പങ്കുവയ്ക്കുന്നുണ്ട് പൊതുജനം. ക്യാമറമാൻ മിഥുൻ ചാത്തോത്തിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.